അപ്പോഴും കയറിയിരിക്കാൻ പറഞ്ഞപ്പോൾ പകുതി പേരിരുന്നു. പക്ഷെ ആ പുറകിലിരിക്കണ ചങ്ങാതി എന്തേ നിങ്ങൾക്കൊന്ന് മുന്നോട്ട് കയറിയിരിക്കാൻ മനസ്സുണ്ടാകാത്തത് എന്താ? ആ ഇരിക്കുന്നവരോട് നിങ്ങളുടെ മുമ്പിൽ എന്തായാലും അത്രയും സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്നു, പൈസ ഒന്നും ഇല്ലല്ലോ, ഒന്ന് സ്വർഗത്തിൽ കയറി ഇരിക്കാനല്ലേ പറഞ്ഞു. അപ്പോഴും നിങ്ങൾ ആലേക്ക് കയറണോ വേണ്ടയോ എന്ന്. എന്റെ പൊന്നു കാക്ക, അസ്രായിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. അള്ളാഹു നമുക്ക് ഈ മന്ദരുമാറാകട്ടെ. നമ്മുടെ റോഡിൽ നിൽക്കുന്ന സംഘാടകർ ഉൾപ്പെടെ കഴിവിന്റെ പരമാവധി കയറി ഇരിക്കാൻ പറ്റുന്നവര് കയറിയിരിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മുടെ മജ്‌ലിസ് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ 12 മണി വരെ ഇരിക്കല്ലേ ഒരു ഇൻഷാ അല്ലാഹ് ഉറക്കെ പറഞ്ഞേ ഒന്ന് കൈപൊക്കിയിട്ട് ഉസ്താദെ അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ പകുതിയിൽ ഓടില്ല എന്ന് നിയന്ത്രിക്കുക. അൽഹംദുലില്ലാഹ്, ഇതിന്റെ അവസാനം വരെ ഇരിക്കാൻ തീരുമാനിച്ച നമ്മുടെ അവസാനം അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുമ്പോൾ ഉമർ തങ്ങൾ സ്വഹാബത്തിന്റെ കൂടെ തന്റെ അനുയായികളുടെ കൂടെ ഇങ്ങനെ ഒരിക്കൽ ഒരു വീടിന്റെ അകത്ത് ഇരിക്കുകയാണ്. ഉമർ തങ്ങൾ ഒരു വീടിന്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഉമർ തങ്ങൾ തന്റെ കൂടെ ഉണ്ടായിരുന്ന സ്വഹാബത്തൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ കൂടെ ഉണ്ടായിരുന്ന സഹാബത്തിനോട് ചോദിച്ചു, ഒരാളോട് ചോദിച്ചു, നിന്റെ ആഗ്രഹം എന്താ? ഓരോരുത്തർക്കും പല പല ആഗ്രഹങ്ങളാണല്ലോ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നിന്റെ ആഗ്രഹം എന്താ? ഇപ്പൊ ഈ വാഴ കേൾക്കാൻ വന്നിരിക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കുകയാ, ഓരോരുത്തരോടും നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, ഉസ്താദെ എനിക്ക് പഠിച്ച് നല്ല നിലയിലാകണം, എനിക്ക് ഡോക്ടർ ആകണം, എനിക്ക് എഞ്ചിനീയർ ആകണം, എനിക്ക് ഹാഫിദാകണം, എനിക്ക് ആലിമാകണം, നിങ്ങളെ പോലെ വഅദ് പറയുന്ന ഒരു പണ്ഡിതനാകണം. ചിലര് പറയും, പടച്ചവനെ എനിക്ക് സ്വാലിഹത്തായ ഒരു ഭാര്യ വേണം, എനിക്ക് കല്യാണം കഴിക്കണം, എനിക്ക് വീട് വെക്കണം. ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ ആഗ്രഹങ്ങളാ. പടച്ചവനെ എനിക്ക് മരിക്കുമ്പോ ഈമാനോടുകൂടി മരിക്കണം, എനിക്ക് സ്വർഗത്തിന്റെ അവകാശിയാകണം, എനിക്ക് ഹജ്ജ് ചെയ്യണം, എനിക്ക് ഉംറ ചെയ്യണം. ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ പറയാറുണ്ട്. അപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ കൂടെ ഉണ്ടായിരുന്ന സ്വഹാബത്തിൽ ഒരാളോട് ചോദിച്ചു, നിന്റെ ആഗ്രഹം എന്താ? ആ സമയത്ത് ആ സ്വഹാബി എവിടെന്ന് പറഞ്ഞ മറുപടി, ഈ വീട് നിറയെ സ്വർണ്ണ നാണയങ്ങൾ എനിക്ക് ലഭിക്കണമെന്ന് ഞാൻ വല്ലാതെ ആഗ്രഹിച്ചു പോകുന്നു. ഒരു വീടിന്റെ അകത്താണ് ഇരിക്കുന്നത്. ആ സമയത്താണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ആ സ്വഹാബി പറയുകയാ, ഈ വീട് നിറയെ സ്വർണ്ണ നാണയം കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പണത്തിനോടുള്ള ആർത്തി കൊണ്ടോ അത്യാഗ്രഹം കൊണ്ടോ ജീവിതം അടിച്ചു പൊളിക്കുവാനുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞു പോയതല്ല. ഈ വീട് നിറയെ സ്വർണ്ണ നാണയം കിട്ടണമെന്ന ആഗ്രഹത്തോടെ പറയാനുള്ള കാരണം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് കുറച്ച് സമ്പത്തുണ്ടായാൽ അത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചിലവഴിക്കാമല്ലോ, പള്ളികൾക്ക് കൊടുക്കാമല്ലോ, പാപങ്ങൾക്ക് കൊടുക്കാമല്ലോ, യതീമീങ്ങൾക്ക് കൊടുക്കാമല്ലോ. അപ്പൊ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുവാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ആ സ്വഹാബി എവിടെന്ന് പറയുന്നത്, പടച്ചവനെ ഈ വീട് നിറയെ എനിക്ക് സ്വർണ്ണ നാണയങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഒന്നാമത്തെ സ്വഹാബി പറയുമ്പോ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രണ്ടാമത്തെ സഹാബിയോട് ചോദിക്കുന്നു, എങ്കിൽ നിന്റെ ആഗ്രഹം എന്താ? ആ സ്വഹാബിയുടെ രണ്ടാമത്തെ സ്വഹാബിയുടെ ആഗ്രഹം എന്തെന്നറിയോ? അവിടെന്ന് പറയുകയാണ്, ഈ വീട് നിറയെ സ്വർണ്ണ മാണിക്യവും മുത്തുകളും മുത്തുകളും പവിഴങ്ങളും ലഭിച്ചിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു, ഞാൻ അവിടെ നിന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. പടച്ചവനെ, ആ സഹാബികളുടെ ആഗ്രഹവുമെല്ലാം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കാമല്ലോ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കാമല്ലോ. അങ്ങനെ ഓരോരുത്തരോടും ഉമർ തങ്ങൾ അവരവരുടെ ആഗ്രഹങ്ങൾ ചോദിക്കുകയാ. അങ്ങനെ സ്വഹാബികൾ അവരവരുടെ ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അതാ സ്വഹാബത്ത് ചോദിക്കുന്നു, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് ഖലീഫയായ ഉമർ തങ്ങളോട് അവിടെ സ്വഹാബത്ത് ചോദിക്കുന്നു, അല്ല അമീറുൽ മുഅ്മിനീൻ, ഉമർ തങ്ങളെ ഞങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഞങ്ങളോട് ചോദിക്കുന്നല്ലോ, ഞങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഞങ്ങൾ
പറഞ്ഞു തന്നല്ലോ. ഖലീഫയായ ഉമർ തങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളുടെ ആഗ്രഹം എന്താണ്? ഉമർ തങ്ങളെ, നിങ്ങളുടെ ആഗ്രഹം എന്താണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അതാ പടച്ചവനെ ആ ഉമർ തങ്ങൾ അവിടന്ന് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ? ഈ വീട് നിറയെ സമ്പത്ത് കിട്ടണമെന്നല്ല, ഈ വീട് നിറയെ സ്വർണ്ണ നാണയം കിട്ടണമെന്നല്ല, ഈ വീട് നിറയെ പടച്ചവനെ പവിഴങ്ങളും മുത്തുകളും ലഭിക്കണമെന്നല്ല. എന്റെ ആഗ്രഹം എന്തെന്നറിയോ? ഉമർ തങ്ങൾ അവിടന്ന് പറയുകയാ, അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ്, പടച്ചവനെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുകയാ, എന്റെ ആഗ്രഹം എന്തെന്നറിയോ? അബൂ ഉബൈദയെ പോലെ, മുആദ് ഇബ്നു ജബലിനെ പോലെ, സാലിമിനെ പോലെ പടച്ചവനെ ചില ചെറുപ്പക്കാരുടെ പേര് പറയുകയാണ്, ചില സ്വഹാബത്തിന്റെ പേര് പറയുകയാണ്. ചില സ്വഹാബത്തിന്റെ പേര് പറഞ്ഞിട്ട് ഉമർ തങ്ങൾ പറയുകയാ, അവരെ പോലെയുള്ള ചെറുപ്പക്കാര് പടച്ചവനെ ഈ വീട് നിറയെ ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. അതാണ് എന്റെ ആഗ്രഹമെന്ന് ഉമർ തങ്ങൾ പറയുമ്പോ ആരാ പറയുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 10 സ്വഹാബികളോട് പറഞ്ഞു, അബൂബക്കർ നീ സ്വർഗ്ഗത്തിലാ, ഉമറേ നീ സ്വർഗ്ഗത്തിലാ, ഉസ്മാനേ നീ സ്വർഗ്ഗത്തിലാ, അലിയേ നീ സ്വർഗ്ഗത്തിലാ. അല്ലാഹുവിന്റെ പ്രവാചകൻ 10 സ്വഹാബികളുടെ പേര് പറഞ്ഞിട്ട് അവര് സ്വർഗ്ഗത്തിലാണെന്ന് നബി തങ്ങൾ പറഞ്ഞല്ലോ. ആ പറഞ്ഞവരിൽ രണ്ടാമത്തെ സ്വഹാബിയാ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ആ ഉമർ തങ്ങളാണ് പറയുന്നത്, അബൂ ഉബൈദയെ പോലെ, മുആദ് ഇബ്നു ജബലിനെ പോലെ, സാലിമിനെ പോലെ ഇതുപോലെയുള്ള നല്ല നല്ല യുവാക്കൾ, അതുപോലെയുള്ള നല്ല നല്ല ചെറുപ്പക്കാര് ഈ സമുദായത്തിൽ ഉണ്ടായി.